ഇപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ വന്നിട്ട് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആഫ്റ്റർമാത്തായിട്ട് വന്നിട്ടുള്ള ന്യൂസ് ബ്രീഫിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഇവൻറ്റ് ഉണ്ടായതെന്ന് വെച്ചാൽ IMFൻ്റെ കയ്യിൽ നിന്ന് ലോൺ അസിസ്റ്റൻസ് പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ അതിനെ നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു എമൗണ്ട് അല്ലെങ്കിൽ മണി ടെറർ ഫണ്ടിങ്ങിലോട്ട് പോകുമെന്നും അത് പിന്നും ടെററിസ്റ്റിനെ ബൂസ്റ്റ് ചെയ്യുന്നുള്ള ഒരു ആംഗിളിലാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രീഫിംഗ് തന്നെയാണ് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫൻസ് മിനിസ്റ്റർ മിലിറ്ററി ഏജൻസുമായിട്ടുള്ള മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഇതിനെ നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. എറൗണ്ട് $1 ബില്യൺ IMFന് ഫണ്ടിങ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പായ ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷ്-ഇ-മുഹമ്മദിനൊക്കെ ഫണ്ടിങ്ങിന് ചാൻസ് ഉണ്ട്. അത് പിന്നെ ഒരു ക്രിട്ടിക്കൽ സ്റ്റാൻസിലോട്ട് എത്തുമെന്നാണ് ആക്ച്വലി ന്യൂസ് മെയിനായിട്ട് ബ്രീഫ് ചെയ്യുന്നത്. അതേപോലെ കറസ്പോണ്ടിങ് നമ്മുടെ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൽ നല്ല രീതിയിൽ ഒരു ഔട്ട്പുട്ട് തന്ന മെയ്ഡ് ഇൻ ഇന്ത്യ സിസ്റ്റമായിട്ടുള്ള ബ്രഹ്മോസ് മിസൈൽ ആകാശ് എയർ ഡിഫൻസിനെയും DRDO റഡാർ സിസ്റ്റത്തിനെല്ലാം നല്ല രീതിയിൽ പ്രൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂസ് ആക്ച്വലി ഒരു പൊളിറ്റിക്കൽ പോയിൻ്റാണ്, പക്ഷേ എന്നാലും അതിൻ്റെ അകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിലിംസ് പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള ആസ്പെക്ട്സ് ഉണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ പ്രിലിംസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു കീ പോയിൻ്റ് വന്നിട്ട് IMFനെ കുറിച്ചാണ്. അപ്പോൾ അറിയാം, അതൊരു ഗ്ലോബൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലുള്ള കൺട്രീസിനെ എയ്ഡ് ചെയ്യാനും അതിന് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതേപോലെ ഓപ്പറേഷൻ സിന്ദൂർ ഓൾറെഡി ന്യൂസിലുള്ളതാണ്. ബ്രഹ്മോസ് മിസൈൽ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആക്ച്വലി ഒരു ഡിഫൻസ് ടെക്നോളജി ആസ്പെക്റ്റിലും കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രഹ്മോസ് മിസൈലിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ സൂപ്പർസോണിക് ക്രൂസ് മിസൈലാണ്. അതായത് സൗണ്ടിനെക്കാട്ടി വേഗതയിൽ പോകുന്ന ഒരു മിസൈലാണ്. അത് ക്രൂസ് മിസൈലാണ്, ബാലിസ്റ്റിക് അല്ല. ഇതാരൊക്കെ തമ്മിൽ ജോയിൻ്റായി ഡെവലപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യ വിത്ത് റഷ്യാസ് അസിസ്റ്റൻസ് ആണ് ആക്ച്വലി ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കറൻ്റ്ലി ഇതിപ്പോൾ ഇൻഡിജിനിയസ്ലി മെയ്ഡാണ്. ബ്രഹ്മോസ് മിസൈലിൻ്റെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ആസ്പെക്റ്റിൽ ഇൻഡിജിനിയസ്ലി ബിൽറ്റാണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ആകാശ് മിസൈൽ ആൻഡ് DRDO റഡാർ സിസ്റ്റം. അപ്പോൾ ആകാശ് മിസൈലും DRDO റഡാർ സിസ്റ്റവും ഇൻഡിജിനിയസ് എയർ ഡിഫൻസ് സർവൈലൻസ് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഒരു പ്രിലിംസ് ആസ്പെക്റ്റിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ഈ ന്യൂസ് ബ്രീഫിംഗിൽ നിന്ന് മെയിനായിട്ട് അറിയേണ്ടത്. മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമുക്കിതൊരു GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന ആംഗിളിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ GS പേപ്പർ 3 ഇൻ്റർണൽ സെക്യൂരിറ്റി, ബ്ലാക്ക് മണി എന്ന ആസ്പെക്റ്റിലും ടെറർ ഫണ്ടിങ് എന്നുള്ള ആസ്പെക്റ്റിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസ് ബ്രീഫിലോട്ട് പോകാം. നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ, സുപ്രീം കോർട്ട് 3-month ടൈംലൈൻ ഇൻ ഗവർണർ വെർഡിക്റ്റ് വാസ് അഡോപ്റ്റഡ് ഫ്രം സെൻറ്റേഴ്സ് ഓൺ ഗൈഡ് ലൈൻ. അപ്പോൾ ലാസ്റ്റ് ഡേ നമ്മൾ ന്യൂസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രസിഡൻ്റ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ്റെ ആംബിറ്റിൽ സുപ്രീം കോടതിയിലോട്ട് അഡ്വൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ 3-month ടൈംലൈൻ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് വിത്തിൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്കിലുള്ളതാണോ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് റിപ്ലൈ ഇപ്പോൾ സുപ്രീം കോടതി കൊടുത്തിട്ടുള്ളതാണ് ഈ ന്യൂസിൽ ബ്രീഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതി പറയുന്ന റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ ഇത് സെൻറ്ററിൻ്റെ ഗൈഡ് ലൈനിന് ബേസ് ചെയ്ത് തന്നെയാണ് ആക്ച്വലി ഈ ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ന്യൂസ് ബ്രീഫ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ന്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെൻറ്റർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് സുപ്രീം കോടതിയിലെ ടൈം ലൈനിനെ കുറിച്ചിട്ട്. അപ്പോൾ ആർട്ടിക്കിൾ 201 സമയപരിധിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ഗവർണർ ബില്ല് പ്രസിഡൻ്റെ അടുത്തോട്ട് അയക്കുന്ന സമയത്ത് പ്രസിഡന്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അൺലിമിറ്റഡ് ടൈം പീരീഡാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് 3-month ടൈം ലിമിറ്റ് ആര് വയ്ക്കുന്നുണ്ട്? സുപ്രീം കോടതി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ആർട്ടിക്കിൾ 210 ഒന്ന് എലോബറേറ്റ് ചെയ്തിട്ടാണ് സുപ്രീം കോടതി പറയുന്നത്. ഈ ഒരു എലോബറേഷൻ ടൈം ലൈൻ ഫിക്സേഷൻ ആക്ച്വലി വിത്തിൻ കോൺസ്റ്റിറ്റ്യൂഷൻ പെർമിഷനോട് കൂടിയിട്ടാണോ എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വിത്ത് എക്സിക്യൂട്ടീവിൻ്റെ ഹെഡായിട്ടുള്ള പ്രസിഡന്റ് വഴി അഡ്വൈസ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് റിപ്ലൈ ആക്ച്വലി സുപ്രീം കോടതി കുറച്ച് ഫാക്ട്സ് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. ഈ ഒരു 3-month ടൈം ലൈൻ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ഗൈഡ് ലൈൻ ബേസ് ചെയ്ത് തന്നെയാണ്. ആൾസോ ഇതിന് ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ള സർക്കാർ ആൻഡ് പൂഞ്ചി കമ്മീഷൻ റിപ്പോർട്ട്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇൻസ്പിറേഷനാണ്. അതേപോലെ ഓൾറെഡി സെൻട്രൽ സ്റ്റേറ്റിൻ്റെ കൺസൾട്ടേഷനിൽ ഒരു 15 day ടൈം പീരീഡ് സെറ്റ് ചെയ്ത് 15 day to 1 month ടൈം പീരീഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പാൻഡഡ് ആംബിറ്റ് എന്നോണമാണ് ആക്ച്വലി ഇതൊരു 30 days എന്നുള്ള രീതിയിൽ മെയിനായിട്ട് ഇപ്പോഴത്തെ ഒരു ഔട്ട്പുട്ട് വന്നിരിക്കുന്നതെന്നാണ് ആക്ച്വലി സുപ്രീം കോടതിയിൽ ഈ ഒരു വെർഡിക്റ്റ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിനെ ഫൈനലി സുപ്രീം കോടതി പറയുന്നതെന്ന് വെച്ചാൽ സുപ്രീം കോടതി അസർട്ടഡ് ദാറ്റ് സെറ്റിംഗ് ടൈം ലൈൻസ് ഈസ് നോട്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എസ്പെഷ്യലി വെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഗൈഡ് ലൈൻ ഓൾറെഡി എക്സിസ്റ്റ് ആൻഡ് ഡിലേ കുഡ് അണ്ടർമൈൻ ഫെഡറൽ ഗവർണൻസ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ. സുപ്രീം കോടതി ഇതിന് ബാക്ക് ഔട്ടായിട്ട് പറയുന്നത് വെച്ചാൽ ഓൾറെഡി ഒരു അഡ്മിനിസ്ട്രേഷൻ ഗൈഡ് ലൈൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ അണ്ടർമൈൻ ചെയ്യുന്നത് ഫെഡറൽ ഗവർണൻസിനെയും ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനെയും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ഈ ന്യൂസ് ബ്രീഫിൽ പറയുന്നത്. നമ്മൾ കറസ്പോണ്ടിങ്ങിൻ്റെ പ്രിലിംസ് പോയിന്റിൽ ഏതൊക്കെ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് നോക്കാം. ആർട്ടിക്കിൾ 201 ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷനാണ്. എന്താണ് ഈ 201 ആർട്ടിക്കിൾ പറയുന്നത്? The provision for President to assent, withhold or retain state bill referred by the Governor.
അതായത് ഗവർണർ റിഫർ ചെയ്ത സ്റ്റേറ്റ് ബില്ലിനെ പ്രസിഡന്റ് അസെൻഡ് ചെയ്യാം, വിത്തോൾഡ് ചെയ്യാം, റിട്ടേൺ ചെയ്യാം. ആ ഒരു പവർ കൊടുക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 201. ഇതേപോലെ അനദർ ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 143 പ്രസിഡൻഷ്യൽ റെഫറൻസ്. അപ്പോൾ പ്രസിഡന്റിനെ റെഫറൻസ് ചെയ്യാനുള്ള പവർ കൊടുക്കുന്നതാണ് ആർട്ടിക്കിൾ 143. എ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രോസസ് അലോയിങ് പ്രസിഡന്റ് ടു സീക്ക് സുപ്രീം കോർട്ട് ഒപ്പീനിയൻ ഓൺ ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സ്. ഇതേപോലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിന് സ്റ്റഡി ചെയ്ത ഇമ്പോർട്ടൻറ്റ് കമ്മീഷൻ. ഫസ്റ്റ് വൺ ഈസ് സർക്കാരിയ കമ്മീഷൻ, ദെൻ വൺ ഈസ് പൂഞ്ചി കമ്മീഷൻ. ഇത് രണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എസ്പെഷ്യലി മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഓഫർ മെമ്മോറാൻഡംസ് ഓഫ് 2016. അതെന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ഗൈഡ് ലൈനാണ്. ഈ ഗൈഡ് ലൈൻ്റെ അണ്ടറിലാണ് റെക്കമെൻഡ് ചെയ്തത് 3 month ടൈം ലൈൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് ഓൺ ബിൽസ് ആൻഡ് ഫാസ്റ്റർ ടേൺ അറൗണ്ട് ഫോർ ഓർഡിനൻസ്. അപ്പോൾ ഈ ഒരു ജഡ്ജ്മെൻറ്റ് നൽകിയ ആ ജഡ്ജിൻ്റെ പേരും ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റിസ് JB പാർദിവാല ആണ് ആക്ച്വലി ഈ ഒരു വെർഡിക്റ്റ് മെയിനായിട്ട് നൽകി. അപ്പോൾ ഇത് കറസ്പോണ്ടിങ് ഇത്രയാണ് പ്രിലിംസ് ഫോക്കസ് ആയിട്ട് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിളിൻ്റെ ഇമ്പോർട്ടൻറ്റ് കീ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ട് റിലേറ്റഡ് ആയിട്ട് മെയിൻസ് ആസ്പെക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ GS പേപ്പർ 2 പൊളിറ്റിയിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതേപോലെ പ്രസിഡൻ്റ് പവറിലോട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ആസ് എ റെഫറൻസ്. അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസിനെ ആക്ച്വലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈ ന്യൂസ് ബ്രീഫിൻ്റെ കൂടെ. അപ്പോൾ ഇത്രയാണ് ഈ ന്യൂസ് ആർട്ടിക്കിൾ മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകാം. നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ എക്കോണമി ആസ്പെക്ട് ചെയ്തിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ന്യൂസിൻ്റെ ഹെഡ്ലൈൻ എന്താണെന്ന് നോക്കാം. ഫിനാൻസ് മിനിസ്ട്രി അണ്ടർടേക്കിംഗ് പാരലൽ റിവ്യൂ ഓൺ RBI ബഫർ വിത്ത് ഐ ഓൺ ഡിവിഡൻസ്. അതായത് ഈ ന്യൂസിൽ മെയിനായിട്ട് ബ്രീഫ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫിനാൻസ് മിനിസ്ട്രി RBIയുടെ ബഫറിന് ഐ ചെയ്തിട്ട് ഒരു പാരലൽ റിവ്യൂ കണ്ടക്ട് ചെയ്യാൻ. അപ്പോൾ എന്തിനാണ് പാരലൽ റിവ്യൂ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളതും എന്താണ് ഡിവിഡൻറ്റിൻ്റെ ഒരു മെയിൻ ബാക്ക്ഗ്രൗണ്ട് വരുന്നതെന്നുള്ളതാണ് ഈ ന്യൂസിൻ്റെ മെയിൻ ബ്രീഫിംഗ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ന്യൂസ് സമ്മറി പറയുകയാണെങ്കിൽ ഈ RBI എപ്പോഴും ഒരു എക്കോണമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്കിനെ ബേസ് ചെയ്തിട്ട് റിവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ റിവ്യൂ RBIയുടെ എക്സ്ട്രാ ബഫറായിട്ട് എത്ര ക്യാപിറ്റൽ ഉണ്ടെന്നോ അതിൽ സർപ്ലസ് ഡിവിഡൻഡ് എത്ര ഉണ്ടെന്നുള്ള ഒരു അനാലിസിസിൻ്റെ ഔട്ട്പുട്ട് മെയിനായിട്ട് നൽകും ഈ ഒരു എക്കണോമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് റിവ്യൂവിന് ശേഷം. ലാസ്റ്റ് ടൈം ഇതിപ്പം ഈ ഒരു ഫ്രെയിംവർക്ക് റിവ്യൂ കണ്ടക്ട് ചെയ്തത് 2018 ബിമൽ ജലാൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ബേസ് ചെയ്തിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ബിമൽ ജലാൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ബേസ് ചെയ്താണ് ഈ ECFൻ്റെ റിവ്യൂ മെയിനായിട്ട് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ അന്നൊരു റെക്കമെൻഡേഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ടിജൻസി റിസ്ക് ബഫർ കീപ്പ് ചെയ്യണമെന്നാണ്. അത് അറൗണ്ട് 5 to 6% ബാലൻസ് ഷീറ്റിൻ്റെ എമൗണ്ട് ഒരു കണ്ടിജൻസി റിസ്ക് ബഫറിൽ അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കണ്ടിജൻസി റിസ്ക് എന്ന് വെച്ചാൽ മെയിൻലി നമ്മുടെ കൺട്രിക്ക് എന്തെങ്കിലും ഒരു കണ്ടിജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ, ഇപ്പോൾ ഡിസാസ്റ്ററോ കലാമിറ്റീസോ അല്ലെങ്കിൽ വാർ ടൈം ഇഷ്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബഫറിൽ നിന്നുള്ള മണി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഈ പാകിസ്ഥാനായിട്ടുള്ള ഇഷ്യൂ വന്നതിന് ശേഷം ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടിജൻസി റിസ്ക് ബഫർ ഗവൺമെൻറ് സീക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ RBI ഒരു ഫ്രെയിംവർക്ക് കമ്മിറ്റി മീറ്റിംഗ് നടത്തുന്നുണ്ട്. കറസ്പോണ്ടിങ് പാരലായിട്ട് ഗവൺമെൻറ് ഒരു റിവ്യൂ പ്രോസസ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു ന്യൂസ് ബ്രീഫിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് പെർസ്പെക്റ്റീവിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ് ഫോർ പ്രിലിംസ് എന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ എക്കോണമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മെക്കാനിസം ദാറ്റ് ഗവേൺസ് ദ ക്യാപിറ്റൽ ദ RBI നീഡ്സ് ടു മെയിൻറ്റെയിൻ ആൻഡ് സർപ്ലസ് ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ടു ദ ഗവൺമെൻറ്. അതായത് RBIക്ക് കയ്യിൽ വയ്ക്കാവുന്ന എത്രത്തോളം ക്യാപിറ്റൽ ഉണ്ടെന്നും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റ് എല്ലാം കീപ്പ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ എത്ര കീപ്പ് ചെയ്യുക എന്നുള്ളതും സർപ്ലസ് ഗവൺമെൻറ് ട്രാൻസ്ഫർ ചെയ്യേണ്ട എത്ര എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫ്രെയിംവർക്കാണ് ആക്ച്വലി അത് എക്കോണമിക് ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടിജൻസി റിസ്ക് ബഫർ. അതായത് ഈ RBIയുടെ ക്യാപിറ്റലിൻ്റെ പാർട്ടിൽ എത്രത്തോളം എന്തിനു വേണ്ടിയിട്ട് റിസ്ക് ബഫറായിട്ട് കീപ്പ് ചെയ്യണം. ഒരു കണ്ടിജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഈ റിസ്ക് ബഫറിൽ നിന്ന് എത്ര ഗീവ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് കണ്ടിജൻസി റിസ്ക് ബഫർ പോയിന്റ് മെയിനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ബിമൽ ജലാൻ കമ്മിറ്റി. ഇതെന്ന് 2018 ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയാണ്. ഇതാണ് RBIയുടെ ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് റിവ്യൂ ചെയ്തത്. സജസ്റ്റഡ് ക്യാപിറ്റൽ CRB ലെവൽസ് ആൻഡ് സർപ്ലസ് ട്രാൻസ്ഫറിനും. ഇനി RBIയുടെ സർപ്ലസ് ട്രാൻസ്ഫർ എന്താണ്? പ്രോഫിറ്റ് ദ RBI ക്യാൻ ലീഗലി ട്രാൻസ്ഫർ ടു ഗവൺമെൻറ് ആഫ്റ്റർ അക്കൗണ്ടിങ് ഫോർ റിസർവ്സ് ആൻഡ് ബഫർ. ലീഗലി RBIക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ബഫർ എത്രയാണെന്നുള്ളതാണ് ആക്ച്വലി അത് പറയുന്നത് RBI സർപ്ലസ് ട്രാൻസ്ഫറിന് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഒരു പാരലൽ റിവ്യൂ ആണ് ആക്ച്വലി ആരിപ്പോൾ കണ്ടക്ട് ചെയ്ത് ഫിനാൻസ് മിനിസ്റ്റർ മെയിനായിട്ട് കണ്ടക്ട് ചെയ്ത്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്കൊരു GS പേപ്പർ 3 ഫിസിക്കൽ പോളിസി ആസ്പെക്റ്റിൽ ആൻഡ് മോണിറ്ററി പോളിസി ആസ്പെക്റ്റിൽ നമുക്ക് ലിങ്ക് ചെയ്യാം. അതേപോലെ ഫിസിക്കൽ മാനേജ്മെൻറ്റ് സൈഡിലും മെയിനായിട്ടും അത് ഇൻ്റർനാഷണൽ റിലേഷൻ ആംഗിളും മെയിനായിട്ട് കണക്ട് ചെയ്യും. എങ്ങനെയാണ് കൺട്രിക്ക് ഒരു എക്കോണമിക് സൈഡിൽ നിന്ന് ഒരു ബൂസ്റ്റ് കിട്ടുന്നതെന്നുള്ള ആംഗിൾ നമുക്ക് മെൻഷൻ നോട്ട് ചെയ്യും. ഇത്രയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആർട്ടിക്കിൾ ന്യൂസിലുണ്ടായിരുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രിൻസ് മെയിൻസ് പെർസ്പെക്റ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല കീ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾ നോട്ട്സ് മേക്കിങ്ങിൽ ഇതും കൂടെ ഒന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഇതേപോലെ നെക്സ്റ്റ് ടൈം വേറെ ന്യൂസ് ആർട്ടിക്കിളുമായിട്ട് മീറ്റ് ചെയ്യാം. സോ താങ്ക് യു.